റീമാനറിയല്ല, പഴയ വലിയ നടനാണ്. മറ്റേ ഭാവനയാണ് അന്നേ ചെയ്തിട്ടുണ്ട്. സാധാരണ ഭാവന എല്ലാം ഒരു ഭംഗിയുണ്ടെന്ന് പറയും അഭിനയിക്കാറ്, പക്ഷേ ഇത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓഡിയൻസ് ഇത് ഹോളിവുഡ് സ്റ്റൈലിൽ വരുന്ന ഫിലിമാണ്. ആ ലെവലിൽ സാധാരണ ഓഡിയൻസ് മനസ്സിലാവില്ല. അനോമി ഭാവനയുടെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. ഭാവന നന്നായിട്ട് അഭിനയിച്ചതിൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആവാം. സെക്കൻഡ് ഹാഫിൽ റെയ്ബാൻ തകർത്തുണ്ട്. പോലീസ് കേസ് അന്വേഷിച്ചിട്ടുണ്ട്. ഒരു ക്ലീഷേ മൂവി അല്ല, നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. മെസ്സേജ് ഉണ്ട്. ഒരു സയൻറ്റിഫിക് ഫിലിമാണ്. പക്ഷേ ക്ലൈമാക്സ് അടുത്ത് വരുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് പല കാര്യം പറയുന്നില്ല. അത് സാധാരണ ഓഡിയൻസിൻ്റെ ലേമാൻ അല്ലെങ്കിൽ മാസ്റ്റർ മനസ്സിലാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് സിനിമയുടെ കൊമേഴ്സ് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പടം നല്ലതാണ്. സ്ഥിരം കാണുന്നൊരു ത്രില്ലർ പടം പോലെയാണ്. ഇങ്ങനത്തെ പടം എൻ്റെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായി ഡീൽ ചെയ്യുന്ന ഫിലിം വന്നിട്ടില്ല. കാരണം ഇത് കോൺസിസ്റ്റൻസി കുറച്ചൊക്കെയാണ്. ഒരുപാട് റിസർച്ച് നടക്കുന്ന സ്ഥലമാണ് കോൺസിസ്റ്റൻസി. ഞാൻ നേരത്തെ പറഞ്ഞാണ് കോൺസിസ്റ്റൻസി മരിച്ച ശേഷം ഉണ്ടാവും. അതിൻ്റെ സംഭവമാണ്. പക്ഷെ അത് ഇവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് സൈക്കാട്രിക് പേഷ്യൻസ്. അത് ശരിയായ മെസ്സേജ് അല്ല. കാരണം അത് മെഡിക്കൽ ഉറപ്പായ കേസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ എത്തിക്കൽ പ്രോബ്ലം ഉണ്ട്. പക്ഷെ അതെല്ലാം എല്ലാവർക്കും മനസ്സിലാവണമില്ല. ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് വേണം. ഭാവന റഹ്മാൻ അവർ പേരൊക്കെയൊന്നല്ല. ഭാവന VS റഹ്മാൻ രണ്ടുപേരും എതിർത്താണ് അഭിനയിക്കുന്നത്. മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാനറിയല്ല, പഴയ വലിയ നടനാണ്. മറ്റേ ഭാവനയാണ് അന്നേ ചെയ്തിട്ടുണ്ട്. സാധാരണ ഭാവന എല്ലാം ഒരു ഭംഗിയുണ്ടെന്ന് പറയും അഭിനയിക്കാറ്, പക്ഷേ ഇത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു മഞ്ജുവാരിയെ പോലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റും. അതർ ലാംഗ്വേജിലൊക്കെ ഹിറ്റ് ആവും. തമിഴ് തെലുങ്കിലൊക്കെ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ഹിറ്റാവേണ്ടിയാണ്. അത് ഡിപ്പെൻസ് ഓൺ ഓഡിയൻസ്. ഇത് ഹോളിവുഡ് സ്റ്റൈലിൽ വരുന്ന ഫിലിമാണ്. ആ ലെവലിൽ സാധാരണ ഓഡിയൻസ് മനസ്സിലാവില്ല.